പനി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ആശങ്കയും. അപ്പം മഴ ഇപ്പൊ കുറച്ച് മാറി നിൽപ്പുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ എന്നാലും പനി കേസുകൾ കൂടുന്നുണ്ട്. ഡെങ്കു ഫീവർ ഉണ്ട്, ഒപ്പം മഞ്ഞപ്പിത്തം പ്രശ്നമാണ്, കോളറ പ്രശ്നമാണ്. സാധാരണ മഴക്കാലത്ത് ഉണ്ടാകുന്ന അസുഖങ്ങൾ. പക്ഷേ ഇത്തവണ കുറച്ചധികം അതിങ്ങനെ പടർന്നു പിടിക്കുന്നുണ്ട് പല മേഖലകളിലായി. ഇപ്പൊ കോളറ പോലും സ്ഥിരീകരിച്ച് അതിങ്ങനെ മാറി മാറി വരുന്നുണ്ട് പലയിടങ്ങളിലേക്കായിട്ട്. ഇതിന്റെ എല്ലാം കൂടെയാണ് അമീബിക് മസ്തിഷ്ക ജ്വരം. തൃശ്ശൂരിലാണ് അടുത്ത കേസ് വന്നിരിക്കുന്നത്. എന്നാലും മഞ്ഞപ്പിത്തം അത് ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. കഴിഞ്ഞ എനിക്ക് തോന്നുന്നു മഴ എത്തുന്നതിന് മുൻപേ തന്നെ മഞ്ഞപ്പിത്തം ഈ എറണാകുളം പല ഭാഗങ്ങളിലും റിപ്പോർട്ട് ചെയ്തതുമാണ്. അപ്പോൾ ഈ മഞ്ഞപ്പിത്തത്തെ പ്രതിരോധിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും? ഡോക്ടർ സൗമ്യ സരൻ അത് പറയുന്നുണ്ട് പ്രേക്ഷകർക്ക്. അപ്പോൾ എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് എന്ന് കേട്ടിട്ട് വരാം. കാണാം ഡോക്ടറിൻ. നമ്മുടെ നാട്ടിൽ നടന്ന പനിമരണങ്ങളിൽ നല്ലൊരു ശതമാനവും മഞ്ഞപ്പിത്തം മൂലമുള്ള മരണങ്ങളായിരുന്നു. മലപ്പുറത്തൊക്കെ പല സ്ഥലങ്ങളിലും ഇത് പടർന്നു പിടിക്കുന്ന ഒരു അവസ്ഥയും നമ്മൾ കാണുകയുണ്ടായി. ശുചിത്വമില്ലാത്ത ഭക്ഷണത്തിലൂടെയും വെള്ളത്തിലൂടെയും പകരുന്ന ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്ന ഒരു വൈറൽ ഇൻഫെക്ഷനാണ് ഇതിന് പിന്നിലെ പ്രധാനപ്പെട്ട ഒരു കാരണം. അതുകൊണ്ട് തന്നെ നമ്മുടെ വ്യക്തി ശുചിത്വം, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ കൊണ്ട് തന്നെ ഈ രോഗം പടരുന്ന മഞ്ഞപ്പിത്തം ഒരു പരിധിവരെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കുക, അതുപോലെ തന്നെ ശുചിത്വമില്ലാത്ത സ്ഥലങ്ങളിൽ നിന്നുള്ള പല പാനീയങ്ങളും വാങ്ങി കുടിക്കുന്നത് ഒഴിവാക്കുക. ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഹാൻഡ് ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കൈകൾ വൃത്തിയായി ശുചിയായി കഴുകണം. ഭക്ഷണം അടച്ചു സൂക്ഷിക്കണം, ഈച്ചയൊന്നും വന്നിരിക്കാതെ സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും വെള്ളവും ശുചിത്വമുള്ളതാണെന്ന് ഉറപ്പുവരുത്തിയാൽ പടരുന്ന മഞ്ഞപ്പിത്തം നല്ലൊരു ശതമാനം നമുക്ക് തടയാൻ സാധിക്കും. ഇതുകൂടാതെ ഒരു കാര്യം കൂടി പറയുകയാണ്. മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ പലരും ഈ ഒറ്റമൂലി ചികിത്സ തേടി പോകുന്ന ഒരു പതിവ് ഇന്ന് നമ്മുടെ നാട്ടിലുണ്ട്. ദയവ് ചെയ്ത് അത് ചെയ്യരുത്. ശാസ്ത്രീയ അടിത്തറയുള്ള ചികിത്സാ രീതികൾ മാത്രം അവലംബിക്കുക. ഇനി ഇത് പ്രതിരോധിക്കാൻ വാക്സിൻ ഉണ്ടോ എന്ന് ചോദിക്കുന്നവർക്കാണ് ഇതിനെ പ്രതിരോധിക്കാൻ വാക്സിൻ ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് എയെ നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ അവൈലബിൾ ആയിട്ടുള്ള വാക്സിൻ ഇന്ന് നമുക്ക് വിപണികളിൽ ലഭ്യമാണ്. സോ താല്പര്യമുള്ളവർക്ക് അതും ചെയ്യാവുന്നതാണ്. അപ്പോൾ വിശദമായി തന്നെ എന്തൊക്കെയാണ് പ്രതിരോധ മാർഗങ്ങൾ, ഒപ്പം തന്നെ വാക്സിനുണ്ട്, കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു. ഇനി ജാഗ്രതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളം കുടിക്കുക, ശുദ്ധമായ ഭക്ഷണം കഴിക്കുക. ഇതൊക്കെയാണ് ഇനി അതിന് മുന്നിലുള്ള പോംവഴി എന്ന് പറയുന്നത്.